ആണെങ്കിലും 2022 ആണെങ്കിലും 23 ആണെങ്കിലും ഇപ്പൊ 24 ആണെങ്കിലും നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ റെഗുലർ ബിഹേവിയർ ഇതുവരെ മാറിയിട്ടില്ല. അതുകൊണ്ട് തന്നെ സ്റ്റാർ മാജിക്കിൽ നമ്മൾ ഇനി പോകാൻ പോണ ഗെയിമിന്റെ പേരാണ് മൂവിംഗ് ഓൺ ടു ദി ഗെയിം ആൻഡ് ദാറ്റ് ഈസ് കുരുക്ക് കിറുക്ക്. ഈ കുരുക്ക് കിറുക്ക് എന്ന് പറഞ്ഞ പേര് തലയിലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞിട്ടൊക്കെ എടുത്തതാ. കാരണം ഈ പേര് പോലെ ഇരിക്കും ഈ വർഷത്തെ ഓരോ പേരുകളും ഗെയിമുകളും. നിങ്ങൾ തന്നെയാണ് ഒരു കാര്യം പറഞ്ഞത്, ഫ്രഷ് സാധനം മാത്രമേ അടിക്കുള്ളൂ. അതെ, കുരുക്ക് കിറുക്ക് ഫ്രഷാ. എവിടെ ഇട്ടിട്ടില്ലല്ലോ ഞാൻ ഈ പേര്. ഈ ഗെയിം എങ്ങനെ കളിക്കണമെന്നുള്ള പറഞ്ഞുതരാം. അതിന് മുമ്പ് തന്നെ നിങ്ങളെ തളർത്താനാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഈ ഗെയിം കളിച്ചിട്ട് ഏത് ടീമിനാണോ ആദ്യമായിട്ട് അടി കിട്ടണേ പിന്നെ ഈ വർഷം എനിക്കറിഞ്ഞൂടാ. അപ്പൊ സംശയം അന്തസ്സായിട്ട് ഞാൻ കാര്യം പറയാം. അന്തസ്സായിട്ട് നിന്ന് അടി മേടിക്കാനുള്ള ഒരു ഉളുപ്പില്ലായ്മ ഞങ്ങൾക്കുണ്ട്. ഈ ഗെയിം നമ്മൾ തന്നെ ജയിക്കും. സൗണ്ട് ഒന്ന് ജയിച്ചാലല്ല ജയിക്കും. കാരണം നമ്മൾ നമ്മുടെ തുറുപ്പ് ചേട്ടനെ ഇറക്കിയിരിക്കും. ആരാത്? ശ്രീവിദ്യ. അടി എങ്കിൽ ഞങ്ങളെ ജോക്കറിനെ ഇറക്കി. ചേച്ചി, ഈ വർഷം ആദ്യത്തെ ഗെയിമാണ്. ഞാൻ എന്റെ മൗലികാവകാശം നേടിയെടുക്കും. എന്തവകാശം? മൗലികാവകാശം. അവളെ മൗലിക അവകാശം അറിയാമോ? ഇതാണ് ഇവിടെയാണ് മൗലികാവകാശം. ഷാർലറ്റിനോട് ചോദിക്കട്ടെ കേട്ടോ, അവിടെ എന്തൊക്കെയാ ഹാപ്പൻ ചെയ്യണെന്നുള്ളത് ഷാർലറ്റിന് എന്തെങ്കിലും മനസ്സിലാവണുണ്ടോന്ന്. ഹൗസ് ദ തിങ്സ് ഗോയിങ് ഓൺ? ഞങ്ങൾ ഇവിടെ നിങ്ങളെ ആവശ്യമില്ലാത്ത സംസാരിക്കാം. ഞങ്ങൾ പൊന്മുടി പോകുന്ന കാര്യങ്ങൾ ഇവിടെ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് എവിടം വരെ എത്തി? നെടുമങ്ങാട് വരെ എത്തി. അയ്യോ, പൊന്മുടിയിലൊന്നും പോവരുതേ കൂടാ. ഒരു ദിവസം എന്നെ കൊണ്ട് കളയാൻ വേണ്ടി പോയതാണെന്ന്. കളയാൻ പോയല്ല, നിന്നെ കളഞ്ഞതാണ്. ഈ കുരുക്ക് കിറുക്ക് എന്നുള്ള പറഞ്ഞ ഗെയിം എങ്ങനെ കളിക്കണം എന്നുള്ള ഞാൻ പറഞ്ഞുതരാം. രണ്ട് ടീം ഒരുമിച്ചായിരിക്കും ഗെയിം കളിക്കണ്ടായിരിക്കും. ഗ്രാൻഡ് ഫാദർ. ശരി, രണ്ട് ടീം ഒരുമിച്ചാണ് കളിക്കേണ്ടത്. അതായത് അവിടെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ ജസീല ആൻഡ് അജൂബ് ഷാ. നിങ്ങൾക്കായിട്ടൊരു 3 VLC നമ്മൾ അവിടെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഗെയിം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യത്തെ VLC എടുക്കുക, നമ്മൾ ഡയറക്റ്റ് വരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കൂടെ നിങ്ങൾ നുഴഞ്ഞ് നിങ്ങൾ പോകണം. അതിനുശേഷം അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ലൈക്ക് നമ്മൾ ഈ കല്ല് വെച്ചിട്ട് കളിക്കില്ലേ, അതുപോലെ തന്നെ ഒന്നുമില്ലെങ്കിൽ സ്ട്രെയിറ്റ് ആവാം, ക്രോസ് ആവാം, അങ്ങനെ എങ്ങനെ വേണമെങ്കിലും. SOS ഒക്കെ നമ്മൾ കളിക്കണ പോലെ നമ്മളത് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ആദ്യം ഒരെണ്ണം വെച്ചു, വീണ്ടും തിരിച്ചു വരിക, അടുത്തത് വെച്ചു. അങ്ങനെ നിങ്ങൾ ക്രോസ് ഓപ്പോസിറ്റ് ടീമിനെ എങ്ങനെ തോൽപ്പിക്കാം എന്നുള്ള ലക്ഷ്യത്തിൽ നിങ്ങൾ ഗെയിം കളിക്കുക. ആദ്യത്തെ 3 പ്ലേസ് ചെയ്തിട്ടും ആർക്കും ലൈക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വന്ന് 1 എന്ന് പറഞ്ഞ ടേബിളിൽ ജസ്റ്റ് ഒന്ന് ഇരുന്ന് ഒന്ന് സാറ്റ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും ആ ഉള്ളത് ആദ്യം പോകുന്നു, വീണ്ടും ഉള്ളത് നമ്മൾ റീഅറേഞ്ച് ചെയ്യുന്നു. അങ്ങനെ ആരാണ് പോയിന്റ് സ്കോർ ചെയ്യാന്നുള്ളത് നോക്കണം. ഓക്കെ, അപ്പൊ ആദ്യമായിട്ട് കളിക്കാൻ പോകുന്ന 4 പേരെ നമ്മൾ സെലക്ട് ചെയ്യാൻ പോവാണ്. ഒരു വലിയ കൈഡിയോട് കൂടി കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കച്ചൻ വിതുര ആൻഡ് അനിമോൾ അനുക്കുട്ടി. ആൻഡ് നെക്സ്റ്റ് ടീം സുമേഷ് ആൻഡ് ദേവിനന്ദ. വാവാ. ഓക്കെ, നമ്മളിപ്പോ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതിലെനിക്ക് മനസ്സിലായ ഒരു കാര്യം, ബിനിച്ചേട്ടൻ ഇതിൽ അഭിമാനിക്കാം. അനുവിന് ഗെയിം ഒന്നും മനസ്സിലായിട്ടില്ല. ആദ്യത്തെ ഗെയിം പറഞ്ഞപ്പോൾ ഇവള് പപ്സ് തിന്നുമായിരുന്നു. രണ്ടാമത്തെ ഗെയിം പറഞ്ഞപ്പോഴത്തേക്കും ബ്രെഡും ജാമും തിന്നുമായിരുന്നു. മൂന്നാമത്തെ ഗെയിം പറഞ്ഞു കൊടുത്തപ്പോ മധുരമിടാത്ത ചായ ചോദിച്ചു നടക്കുകയായിരുന്നു. ഞാൻ മാനസികമായി തയ്യാറെടുത്ത് കഴിഞ്ഞു അടികൊള്ളാൻ. ശരി, നമ്മളിപ്പോ കൗണ്ട് ഡൗൺ കൊടുക്കാൻ പോവാണ്. സോ കുരുക്ക് കിറുക്ക് കൗണ്ട് ഡൗൺ പ്ലീസ്. 2, 1. തല നോക്ക്, തല നോക്ക്. അവളെ മാത്രം നോക്കല്ലേ. വെരി ഗുഡ് തങ്കു ലീഡിംഗ്. അടിപൊളി. സുമേഷ, നീ സ്പീഡ് കൂടെ കൂടുതലാണ് നിനക്ക്. സുമാദേവ, വെരി ഗുഡ്. എന്റെ പൊന്നേ, എന്റെ നിയമമേ ഇവളുടെ ഹാസ്യം. വെരി ഗുഡ്. അനു 2024 അനു ബുദ്ധി ഉപയോഗിക്കുന്നു. എന്താടാ തല കുനിച്ചു പോണേ രണ്ടാളും? ഇനി അടുത്ത 2 പേര്. നിങ്ങൾ 2 പേര് പോ. എന്തൊക്കെയുണ്ട് വിശേഷം? എവിടെയാന്ന് നോക്കിട്ട് പോ. അത്
തന്നെ കളി. എന്റെ ദൈവമേ, ഓ എന്റെ ദൈവമേ, നീ എന്താ പണിയാണ് നീ കാണിച്ചേ? കറക്റ്റല്ല നീ ചെയ്തത്. ഞാൻ നേരത്തെ ഒരു തെറ്റ് പറഞ്ഞുപോയി. 2024 വെച്ചു എന്നുള്ളത് ഐ എം സോറി. ഞാൻ ഒരിക്കലും അങ്ങനെ ചിന്തിക്കാതെ പറയാൻ പാടില്ലായിരുന്നു. അനു ഓപ്പോസിറ്റ് ടീമിനെ ജയിപ്പിച്ചു കൊടുത്തിരിക്കുകയാണ്. കൺഗ്രാറ്റുലേഷൻസ് തങ്കു ആൻഡ് പിന്നെ തങ്കുവിന്റെ ടീമിനെ സുമ. ഗുഡ് ജോബ് സുമ, ബ്രില്യന്റ് ജോബ്. അനുവിനെ അഭിമാനിക്കാം, ഒരു ടീമിനെ ജയിപ്പിച്ചു എന്നുള്ളത്. അപ്പൊ ഫസ്റ്റ് റൗണ്ട് കഴിയുമ്പോ ഒരു പോയിന്റ് സ്കോർ ചെയ്തിട്ടുള്ളത് കൺഗ്രാറ്റുലേഷൻസ് ടു തങ്കു ആൻഡ് ടീം. ഞാൻ ഷാർലറ്റിനോട് ചോദിക്കട്ടെ, ഇംപ്രസ്ഡ് ആണോ എന്ന് ചോദിക്കൂ തങ്കു. Impression with the game? I'm very impressed. Good job. Yes. Come on.